നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ കമ്മീഷനുകളെ പറ്റിയാണ്. അപ്പൊ നമ്മള് കമ്മീഷനുകൾ പഠിക്കുമ്പോൾ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ നമ്മളത് കേന്ദ്രവും കേരളവുമായിട്ടാണ് പഠിച്ച് പോകാറുള്ളത്. ഇത്തവണ നമ്മൾ കേരളത്തിലെ എല്ലാ കമ്മീഷനും കൂടെയാണ് നോക്കുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ അങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിഗ്രി ഫിലിംസ് ഒക്കെ വരുമ്പോഴത്തേനും, ഡിഗ്രി എക്സാംസ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണല്ലോ, അപ്പം അതൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും. ഇതൊരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആ ഒരു തരത്തിലുള്ളതാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ കമ്മീഷനുകളും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കമ്മീഷൻ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്പ് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടുന്ന് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ വിജ്ഞാപനങ്ങൾ വന്ന എല്ലാ കോഴ്സുകളും റണ്ണിങ് ആണ്. ഇത് മാത്രമല്ല, നമുക്ക് സി പി ഒ മാത്രമല്ല, ഇത് മാത്രമല്ല നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്, ബാക്കിയുള്ള ഗ്രൂപ്പ് ഡി, RRBയുടെ ഗ്രൂപ്പ് ഡി, അങ്ങനെ എല്ലാ എക്സാംസുകളും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ മലയാളവും ഇംഗ്ലീഷ് ബാച്ചുകളും ഉണ്ട് ഫിലിംസിന്. പിന്നെ എന്താണ് CPO കാക്കി, മിഷൻ കാക്കി എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ ഫോഴ്സിന്റെ എല്ലാം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം വേണ്ട, ജസ്റ്റ് ഒരെണ്ണം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കമ്മീഷൻസ് നോക്കാം. അപ്പൊ ഇത് വളരെ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് നോക്കണ്ടെങ്കിൽ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം, ഡേറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം PSCയെ പറ്റിയാണ്, കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് നോക്കുന്നത്. ഇപ്പൊ ഭരണഘടന ആർട്ടിക്കിൾ 323 പ്രകാരം പരാമർശിക്കുന്ന സിവിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന് ഉപദേശം നൽകാനും പിന്നെന്താണ് അതിന്റെ സർക്കാർ തസ്തികകളിലേക്ക് നിയമനം നടത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിഗ്രി ഫിലിംസിനൊക്കെ ആണെങ്കിൽ അത് എന്ത് സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായിരിക്കും ചോദിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് കുറെ കൊടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ അന്ന് ചോദിക്കും. അപ്പൊ അത് ഇതിൽ ഭരണഘടനാ സ്ഥാപനം എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ്. ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിൽ പോകും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടെ വരിക. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്ത് പഠിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആദ്യം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായതെന്ന് നോക്കാം. അത് 1936 ജൂൺ 14. അപ്പം ഇപ്പോഴത്തെ KPSCയുടെ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻഗാമിയാണിത്. അപ്പൊ അതിന്റെ രൂപീകൃതമായത് 1936 ജൂൺ 14 കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1956 നവംബർ 1. നമുക്കത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് PSC എക്സാം എഴുതുന്നവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധൻ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇത് ഇത്രയും വാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? VK വേലായുധനാണ്. ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ് കേട്ടോ. ഡോക്ടർ MR ബൈജു ആണ്. പിന്നെ സെക്രട്ടറി ജിപ്സൺ S പോൾ ആണ്. അപ്പോ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് ഇതിന്റെ മുൻഗാമി അറിയപ്പെട്ടിരുന്നത്. 1936 ജൂൺ 14 രൂപീകൃതമായത്. നമ്മുടെ കേരള PSC രൂപീകൃതമായത് 1956 നവംബർ 1. ചെയർമാൻ, ആദ്യ ചെയർമാൻ VK വേലായുധൻ, നിലവിൽ ഡോക്ടർ MR ബൈജു ആണ്. അടുത്ത് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് നിലവിൽ വന്നത് 1993 ഡിസംബർ 3. 93, 94 ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 93 ഡിസംബർ 3 അത് ഭരണഘടനാ വകുപ്പുകൾ, അത് പ്രതിപാദിക്കുന്ന കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് ആർട്ടിക്കിൾ 243K, ആർട്ടിക്കിൾ 243ZA എന്നുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ കയറി വരാറുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇപ്പോ കുറച്ചുകൂടി എല്ലാം കൂടി ഉൾപ്പെടുത്തി പറയുന്നത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ്. 93-96 ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. നമ്മൾ കേന്ദ്രം ഒന്നും പറയുന്നില്ല, ഫുൾ കേരളത്തിലെ കമ്മീഷനുകളെ പറ്റി മാത്രമാണ് ഇത് പറയുന്നത്. രണ്ടാമത്തേത് MS ജോസഫ്, നിലവിൽ ആരാണ്? A ഷാജഹാൻ ആണ്.
അപ്പോ 1900 ഡിസംബർ 3 ആദ്യത്തെ കമ്മീഷണർ MSK രാമസ്വാമിയാണ്. രണ്ടാമത്തേത് MS ജോസഫ് ആണ്. നിലവിലാരാണ്? A ഷാജഹാനാണ്. പിന്നെ ഇതിന്റെ എന്താണ് ഇതിന്റെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നേതൃത്വം ഒക്കെ വഹിക്കുന്ന, പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലികൾ. അപ്പൊ നമ്മുടെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്. നമ്മൾ നിയമനങ്ങൾ പഠിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാല് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുക, നിയന്ത്രിക്കുക. ഓക്കെ. അതുപോലെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ധനകാര്യ കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷൻ, കേരള സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ ആണ് നോക്കേണ്ടത്. രൂപം കൊണ്ടത് 1994 ഏപ്രിൽ 23-നാണ്. 1994 ഏപ്രിൽ 23-നാണ്. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പഞ്ചായത്തുകളുടെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പഠിക്കാനും സംസ്ഥാനത്തിന് സാമ്പത്തിക കാര്യങ്ങളിൽ ഗവർണർ ശുപാർശകൾ നൽകാനുമായി നിലകൊള്ളുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്? കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. അംഗങ്ങള് 3 കാലാവധി 5. അതിന്റെ ചെയർമാൻമാരാണ്. ആദ്യ ചെയർമാൻ PM എബ്രഹാം ആണ്. നിലവിലെ ചെയർമാൻ KN ഹരിലാലാണ്. അദ്ദേഹം 7th ധനകാര്യ കമ്മീഷൻ ആണ്. ഇതിന് മുന്നേ വിജയാനന്ദായിരുന്നു 6th. അപ്പൊ അത് മാറി ഇപ്പൊ നമ്മള് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയമനങ്ങൾ പഠിച്ചപ്പോൾ അത് പഠിച്ചായിരുന്നു. KN ഹരിലാലാണ്. അദ്ദേഹം 7th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ്. ആദ്യ ചെയർമാൻ PM എബ്രഹാം ആണ്. കാലാവധി 5 വർഷം. അംഗങ്ങൾ 3. അടുത്ത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണ് കേട്ടോ. നിലവിൽ വന്നത് 2005 നിലവിൽ വരാൻ കാരണമായ നിയമം 2005 വിവരാവകാശ നിയമമാണ്. നിലവിൽ വന്നത് 2005 ഡിസംബർ 19. ഓക്കെയാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ പാലോട്ട് മോഹൻദാസ്. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ ആരാണെന്ന് വെച്ചാൽ വി ഹരി നായരാണ്. അപ്പൊ എന്താണ് 2005 ഡിസംബറിലാണ് നിലവിൽ വന്നത്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആദ്യത്തേത് പാലാട്ട് മോഹൻദാസ്. നിലവിൽ ആരാണ്? വി ഹരിനായരാണ്. അടുത്ത വനിതാ കമ്മീഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിന്റെ ഇപ്പോഴത്തെ ചെയർമാനും ചെയർപേഴ്സണും ഒക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാംസിന് തന്നെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. നിലവിൽ വന്നത് എന്താണ്? 1996 മാർച്ച് 14-നാണ്. അപ്പോൾ ഉള്ള മുഖ്യമന്ത്രി AK ആന്റണി സാറാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഒരുതപ്പെട്ട ആസ്ഥാനമൊക്കെ തിരുവനന്തപുരം തന്നെയാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. ആദ്യത്തേത് പഠിക്കുക, നിലവിലെയും പഠിക്കുക. രണ്ടാമത്തേത് D ശ്രീദേവിയാണ്. നിലവില് T സതീദേവിയാണ്. കാലാവധി 5 വർഷം. അതിന്റെ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര് സ്ത്രീ ശക്തി എന്നാണ്. ഓക്കെയാണ്. നിലവിൽ വന്നതെന്നാണ് 1996 മാർച്ച് 14-നാണ് നിലവിൽ വരുന്നത്. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആദ്യ അധ്യക്ഷ സുഗതകുമാരി. രണ്ടാമത്തെ D ശ്രീദേവി. നിലവിലാരാണ്? P സതീദേവിയാണ്. കാലാവധി 5 വർഷമാണ്. അതിന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. പ്രസിദ്ധീകരണത്തിന്റെ പേര് സ്ത്രീ ശക്തി. പ്രസിദ്ധീകരണമൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അടുത്തെന്താണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ് നോക്കുന്നത്. രൂപീകൃതമായത് 1998 ഡിസംബർ 11 കേട്ടോ. 1998 ഡിസംബർ 11. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ്. നിയമിക്കുന്നത് ആരാണ്? ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. ആദ്യ ചെയർമാൻ MM പരീത് പിള്ള. നിലവിൽ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അപ്പൊ നിലവിൽ രൂപീകൃതമായത് എന്നാണ്? 1998 ഡിസംബർ 11-നാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ് വരുന്നത്. 3 പേർ അംഗങ്ങൾ 3 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ. അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ആദ്യത്തെ ചെയർമാൻ MM പരീത് പിള്ളയാണ്. നിലവിൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാലാവകാശ കമ്മീഷനാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോട് നിലവിൽ വന്നതാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ബാലാവകാശ സംരക്ഷണ നിയമം 2005, ബാലാവകാശ സംരക്ഷണ നിയമം 2012. 2005-ലെയും 2012-ലെയും നിയമങ്ങൾ കാരണമാണിത് നിലവിൽ വന്നത്. അപ്പം 2012-ലെയും 2005-ലെയും കാരണമാണല്ലോ. അപ്പൊ 2012 കഴിഞ്ഞിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ അതിന്റെ
ദിവസം 2013 ജൂൺ 3 കേട്ടോ. 2013 ജൂൺ 3 ആ പ്രവർത്തനം ആരംഭിച്ചത്. ബാലാവകാശം എന്ന് പറയുമ്പോൾ കുട്ടികളാണല്ലോ. അപ്പൊ എത്ര വയസ്സ് വരെയാണ് അതിന്റെ പ്രായപരിധി? 18 വയസ്സിന് വരെയാണ് അവര് കണക്കാക്കുന്നത് കേട്ടോ, കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് ബാലാവകാശ കമ്മീഷൻ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്. ആസ്ഥാനം ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. ഒരുവിധപ്പെട്ട എല്ലാത്തിന്റെയും ആസ്ഥാനം തിരുവനന്തപുരം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഇപ്പൊ 2005, 2012 നിയമങ്ങൾ കാരണമാണെന്ന് ഓർത്തു വയ്ക്കുക. 2013 ജൂൺ 3 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്. അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരാണ്? 7 പേരാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സാണ്. ഇത് അംഗങ്ങളുടെ കാലാവധിയാണ്. ഈ ചെയർമാന്റെ കാലാവധി ഉണ്ട്, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് വരുന്നത്. ആദ്യത്തേത് നീല ഗംഗാധരനാണ്, നിലവിലെ KV മനോജ് കുമാർ. ഓക്കെ, ആദ്യത്തേത് നീല ഗംഗാധരനാണ്, നിലവിൽ ആരാണ്? KV മനോജ് കുമാർ. അപ്പോ അംഗങ്ങള് ചെയർമാൻ ഉൾപ്പെടെ 7 പേരുണ്ട്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. ആരുടെ? അംഗങ്ങളുടെ. ചെയർമാന്റെ ആകുമ്പോൾ അത് 3 വർഷവും 65 വയസ്സും ആവും. ആദ്യ ചെയർമാന്റെ പേര് നീല ഗംഗാധരൻ, നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ KV മനോജ് കുമാർ ആണ്. അടുത്ത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. നിലവിൽ വന്നത് 2007 ആണ്. 2007 ആണ് നിലവിൽ വന്നത്. അതിന്റെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ്. കാലാവധി 3 വർഷമാണ്. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ. എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ DS മാവോജിയാണ്. ചെയർമാൻമാരൊക്കെ നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പദവികൾ കാണുക. ഇന്ത്യയുടെയും കേരളത്തിന്റെയും പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഇത് പഠിച്ച് ചിലപ്പോൾ അപ്ഡേറ്റ് ആവുന്നെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നാലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ചെയർമാനെ പറ്റി. അടുത്ത പിന്നാക്ക വിഭാഗം. നമ്മൾ നേരത്തെ നോക്കിയത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരുപാടുള്ളത് കൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പഠിക്കുന്നത്. ഇത് എന്താണ്? 2007 നിലവിൽ വന്നത്. ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 3 ആണ്. കാലാവധി 3 വർഷം. അയ്യങ്കാളി ഭവനാണ് തിരുവനന്തപുരം. ഇപ്പോഴത്തെ നിലവിൽ ആരാണെന്ന് വെച്ചാൽ BS മാവോജിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അതിന് കാരണമായ നിയമം നമ്മൾ നേരത്തെ 2005, 2012 പഠിച്ചതുപോലെ വേറൊരു നിയമമാണ്. 93 കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിയമമാണ് ഇത് രൂപീകരണത്തിന് കാരണമായത്. നിയമിക്കുന്നത് കേരള സർക്കാരാണ്. നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ ആണ്. ജസ്റ്റിസ് G ശശിധരൻ. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തന്നെ. എവിടെ? തിരുവനന്തപുരത്ത്. പിന്നെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ എത്രയാണ്? 3 പേരാണ്. കാലാവധി 3 വർഷമാണ് വരുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകള്. ഓടിച്ചു പോയതാണ്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെയർമാൻമാര് മാറുന്നുണ്ടോ എന്ന് കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളുക. അത് അപ്ഡേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ നിയമനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇപ്പൊ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ മാറുവാണെങ്കിൽ അതും പഠിക്കണമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ചെയർമാൻമാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ നമ്മള് കേരളത്തിലെ എല്ലാ സംസ്ഥാന കമ്മീഷനുകളും ഇപ്പൊ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ഇനി അടുത്ത് വരുന്ന എക്സാംസിന് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആയിരിക്കും ഡിഗ്രി പ്രിലിംസിന് ചോദിക്കുന്നത്. അപ്പം ASM പോലുള്ള എക്സാംസിനും സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് തന്നെ നമ്മൾ പറയും. കാരണം അതൊറ്റ എക്സാം ആണല്ലോ. അതുകൊണ്ട് പിന്നെ വരുന്ന ഫോഴ്സ് എക്സാംസിന് എല്ലാത്തിനും ഉപയോഗപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.